സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. സുഭാഷിതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. യുദ്ധങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ലോകത്തിന്റെ ഭാവി എന്തായിത്തീരും? ഈ ചോദ്യം തത്വചിന്തകന്മാരെയും ഭരണാധിപന്മാരെയും രാഷ്ട്രങ്ങളെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവജനത്തിന് ധൈര്യവും പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവിക പദ്ധതികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് അല്ലെങ്കിൽ റെവലേഷൻ എന്ന് പറഞ്ഞാൽ അനാവരണം അഥവാ മറ നീക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അന്യഥ അന്യേതമായതിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. 1-ാം വാക്യം വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ എവിടെയായിരുന്നു എന്ന് 9-ാം വാക്യത്തിൽ കാണുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. AD 95-96 കാലയളവുകളിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യനാൽ ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനോടകം യോഹന്നാൻ ഒഴികെ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ രക്തസാക്ഷിത്വം വഹിച്ച് കർത്തൃസന്നിധിയിലെത്തിയിരുന്നു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി യോഹന്നാന്റെ സഹോദരനായിരുന്ന യാക്കോബായിരുന്നു. എഫെസോസിൽ കർത്തൃശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന യോഹന്നാനും വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനു വേണ്ടിയുള്ള യോഹന്നാന്റെ ഫലവത്തായ സാക്ഷ്യ നിമിത്തം റോമൻ അധികാരികൾ അദ്ദേഹത്തെ ഈജിയൻ കടലിലുള്ള പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തി. അഗ്നിപർവ്വത ശിലകൾ നിറഞ്ഞ ഈ ദ്വീപ് കുറ്റവാളികളെയും രാഷ്ട്രീയ പ്രതിയോഗികളെയും നാടുകടത്തുന്ന സ്ഥലമായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയേഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം അദ്ദേഹത്തിന്റെ പിറകിൽ കേട്ടു. ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തിന് ദൃക്സാക്ഷിയായിരുന്ന യോഹന്നാൻ ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ ദർശിക്കുന്നു. ഭാവിയിൽ തിന്മയുടെ മേലുള്ള ന്യായവിധിയെയും ദൈവത്തിന്റെ ആത്യന്തികമായ വിജയത്തെയും ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ എഴുതിയ ഈ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ദർശനങ്ങളെയും അടയാളങ്ങളെയും കേന്ദ്രമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകം. ലോകത്തെ വിധിക്കുവാനും അതിനെ പുനഃസൃഷ്ടിക്കുവാനും നീതിയിൽ ഭരിക്കുവാനും അധികാരമുള്ളത് യേശുക്രിസ്തു മാത്രമാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച മനുഷ്യവർഗ ചരിത്രത്തിന്റെ ശുഭകരമായ പരിസമാപ്തിയാണ് ഈ പുസ്തകം. കാലാകാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് പ്രതികൂലങ്ങളിലും പീഡനങ്ങളെയും അതിജീവിച്ച് വന്നവരും നിത്യതയിൽ ചേർക്കപ്പെട്ട തന്റെ മക്കൾക്കും ഇന്ന് കഷ്ടപ്പാടുകളിലും പീഡനങ്ങളിലും വേദനയിൽ കൂടെ ജീവിച്ചു പോരുന്ന കർത്താവിന്റെ മക്കൾക്കും ഭാവിയും പ്രത്യാശയും ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് വരും ദിവസങ്ങളിൽ ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിൽ നിന്നും അല്പമായി ചിന്തിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു സന്നിധാനം
എന്തോരു സമാധാനം ആഴലും മനസ്സിന്, ആരോളും സുഖദാനം ആഴലും മനസ്സിന്.